നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പറക്കാട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 100 പവനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള ഒരു ബ്രൈഡൽ സെറ്റിനെ കുറിച്ചാണ്. അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ നെക്ലേസസ് ഒന്ന് നോക്കിയാലോ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് അതല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം കാണുന്നത് ശ്രദ്ധിക്കുന്നത് നമ്മളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. ഇത് ചോക്കർ നെക്ലേസിലേക്ക് നമുക്ക് ആദ്യം തുടങ്ങാം. ഇത് ഗുഡു നെക്ലേസാണ്. പഴയ കാലത്തെ പരമ്പരാഗത ശൈലിയിൽ ചെയ്യുന്ന നമ്മളുടെ ഇളക്കത്താലിയിൽ പൂത്താലി എന്നൊക്കെ പറയില്ലേ, പൂത്താലിയൊക്കെ പണിയുന്ന പോലെ തന്നെ അപ്പം വളരെ ശ്രദ്ധിച്ച് മൈന്യൂട്ടായിട്ടുള്ള വർക്കുമായിട്ട് നമ്മളുടെ ഏറ്റവും ട്രഡീഷണൽ പരമ്പരാഗത തട്ടാമാർ കേരള ട്രഡീഷണൽ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ചെയ്യുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 10 പവനൊക്കെ പുലിമ വരുന്ന ഒരു 12,000 രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു ഓർണമെൻ്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോൾഡിലൊക്കെ ചെയ്യുമ്പോൾ ഇതിന് മേക്കിംഗ് ചാർജ് പോലും അത്രയും വരുന്ന ഒരു ഓർണമെൻ്റ് ആണ് കേട്ടോ. നമ്മളുടെ 1 ഗ്രാം ഗോൾഡിലായതുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടെ റീസണബിളായിട്ട് ചെയ്യാൻ പറ്റുന്നു മാത്രം. അപ്പോൾ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചോക്കർ നെക്ലേസ് കഴിഞ്ഞാൽ നമ്മളുടെ ലോങ് ഷോ ചെയിനുകളുടെ ഇടയ്ക്ക് ഏത് വിവാഹ പാർട്ടി ആണെങ്കിലും ഒരു ഫില്ലിംഗ് എന്നുള്ള രീതിയിൽ നടുവിൽ വരുന്ന ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഒരു ലോക്കറ്റും സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കിലുള്ള ഒരു നെക്ലേസ് എന്താണേലും വേണ്ടി വരും. അപ്പോൾ തന്നെയല്ല, ഇങ്ങനെ ഒരു ഓർണമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് നമ്മൾക്ക് ശരിക്ക് ഒരു വിവാഹ ശേഷമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു അല്പം സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഒരു നെക്ലേസ് എന്താണെങ്കിലും വേണം. അതിപ്പോൾ നമ്മുടെ സാരിയല്ല, വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെയാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണെങ്കിലും നന്നായിരിക്കും. ഇതിപ്പോൾ വരുന്നത് നമ്മളുടെ പരമ്പരാഗത ശൈലിയിൽ തന്നെയുള്ള ഒരു ലക്ഷ്മി ലോക്കറ്റാണ് വരുന്നത്. അപ്പോൾ ഇതൊരല്പം വലിയ ലോക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ നമ്മൾക്ക് ഒരു ഈ ഒരു വലിപ്പം വരുന്ന പോലെ ഉള്ളതുകൊണ്ട് ഞാനിതിൽ സെറ്റ് ചെയ്തപ്പോൾ ഒരല്പം ഈ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വലിയ ലോക്കറ്റ് ഉള്ള ലക്ഷ്മി നെക്ലേസ് കാണിച്ചത്. ഇതൊരു 7-7.5 പവനൊക്കെ പുലിമ വരുന്ന ഒരു നെക്ലേസാണ്. ഒരു 10 രൂപയിൽ താഴെ ഇതുപോലെ തന്നെ ഒരു 7,000-8,000 റേഞ്ചിലൊക്കെ വരുന്ന ഒരു നെക്ലേസാണ് കേട്ടോ. പിന്നെ ഇനി വരുന്നത് എത്ര പറഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു പാലക്ക നാഗപടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രഡീഷണൽ മാലകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ളൊരു ഓർണമെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ് അസാധ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ പഴയ പാലക്കയുടെ തന്നെ ഒരു പുതിയ വേർഷൻ എന്ന് തന്നെ പറയാം. ഇതിൽ വരുന്നത് പാലക്ക കല്ല് തന്നെയാണ് വരുന്നത്. ബട്ട് ഇതിൽ ഒരു കണ്ണ് ഷേപ്പിൽ ഒരല്പം പാലക്ക നാഗപടത്തിൻ്റെ ഒന്നും ഷേപ്പ് അല്ലാതെ സാധാരണ വരുന്നത് ഹാർട്ട് ഷേപ്പിൽ വരും, കൊമ്പ് ഷേപ്പിൽ വരും, അല്ലെങ്കിൽ പാലക്ക നാഗപടം, ഇതൊക്കെയാണ് കൂടുതൽ വരുന്ന ഷേപ്പ്. ഇതൊരു പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് പഴയ പാലക്കയുടെ ഒരു പുതിയ വേർഷൻ. അതുകൊണ്ട് തന്നെ ഇതൊരല്പം കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇതൊരു ഈ കല്ല് ഉൾപ്പെടെ ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 10 പവൻ്റെ പുലിമയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഗോൾഡിനാണെങ്കിലും ഇതിന് കല്ലിൻ്റെ ഒരു വെയിറ്റ് ഒക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് അതിന് റേറ്റ് ഇടുള്ളൂ. എങ്കിൽ പോലും നമുക്കൊരു 10 പവൻ്റെ പുലിമയുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു 20,000 രൂപയൊക്കെ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മളുടെ പറക്കാട്ടിൻ്റെ ഓർണമെൻറ്റ്സിൽ വരുമ്പോഴാണ്. കാരണം ഇതിൻ്റെ വർക്ക് ഇത് അല്പം സ്പെഷ്യലാണ്. കാരണം ഇതിൻ്റെ ഒരു കവറിങ് രീതിയെല്ലാം വ്യത്യാസമുണ്ട്. ഇതിന് മേക്കിംഗ് ഭയങ്കര ടൈം എടുക്കുന്നതാണ്. അതും അത്ര എക്സ്പേർട്ട് പഴയ കാലത്തെ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് മാത്രമാണ് ഈ വർക്കും ചെയ്യുള്ളൂ. അതേസമയം നമ്മൾക്ക് ഇനി സാധാരണ പാലക്ക നാഗപടത്തിൻ്റെയൊക്കെ നോർമൽ നെക്ലേസുകളൊക്കെ ഒരു 5,000, 6,000, 10,000 ആ റേഞ്ചിലൊക്കെ വരുന്ന ഇത്രയും കട്ടകളൊക്കെ ഉള്ള ഇതിപ്പോൾ ഒരു 20 കട്ടയും സെൻറ്റർ ലോക്കറ്റ്, അല്പം വലിയ സെൻറ്റർ ലോക്കറ്റാണ് വരുന്നത്. അങ്ങനെ വരുന്ന നെക്ലേസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 5,000 to 10,000 പിന്നെ 15,000 ഉള്ളതുണ്ട്. അങ്ങനെ അത് ലെങ്ത്തും കട്ടകൾ കൂടുന്നതിനനുസരിച്ച് വരും. അപ്പോൾ അതങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ് ട്രഡീഷണൽ സെറ്റിങ്ങിൽ കാശ് എന്ന് പറയുന്നത്.
കാശ് മാലയിൽ ഇതിൽ വരുന്നത് ശരിക്കും കാശിൻ്റെ ചുറ്റും ഒരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് റൂബി കല്ലൊക്കെ വെച്ച് ഇതൊരു ട്രഡീഷണൽ വർക്ക്, ഒരു മൈൽഡ് മോട്ടീഫും കൂടെ ഉണ്ടെന്ന് വേണേൽ പറയാം ഇതിൻ്റെ കൂടെ. അങ്ങനെ ഒരു ചെറിയ റൂബി സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് റൂബി കളർ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഈ ഫ്രെയിമും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതിന് ശരിക്കും വെയിറ്റ് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ലെസ് വെയിറ്റിലും കിട്ടാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 10 പവൻ ഒക്കെ ഇതിനും വരുന്നുണ്ട് വെയിറ്റ്. ഇതും ഒരു ഒരു റേഞ്ചിൽ തന്നെ ഒരു 8,000-10,000 ഒക്കെ റേഞ്ചിൽ വരുന്ന. ഇതിൻ്റെ കാശിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അടുക്ക് കാശുമാല വരുന്നുണ്ട്, പിന്നെ സ്റ്റോൺ ഉള്ളത് വരുന്നുണ്ട്, സ്റ്റോൺ ഇല്ലാത്തതുണ്ട്, അതേപോലെ തന്നെ വലിയ കാശ് വെച്ചിട്ടുള്ളതുണ്ട്, പല വേർഷനുണ്ട്. ഇനി ഇത് ദേവീരൂപമാണ്. ഇനി മുസ്ലിം കോൺസെപ്റ്റിലോ മറ്റ് വിഭാഗങ്ങളുടെ ഒരു രീതിയിലേക്ക് വേണ്ട രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ശരിക്കും ഇതിന് ഇവിടെ ലക്ഷ്മി രൂപത്തിന് പകരം തല വെച്ചിട്ടുള്ള ആ ഒരു ഡോളർ സൈൻ വരുന്ന അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതും നമ്മൾ അധികം ആർക്കും വലിയൊരു പരിചയമുള്ള ഒരു മാലയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഇത് നമ്മളുടെ പഴയകാല ശംഖുപുഷ്പം മാല എന്ന് പറയുന്നതാണ്. ഇതും എനിക്ക് കല്ല് വെച്ചതുണ്ട്, പിന്നെ ഇതിൽ തന്നെ ഉർവശി ചെയിനിൽ വരുന്നതുണ്ട്. അതൊക്കെ പഴയ കാലത്തെ ഒരു വർക്കാണ്. ഇതിൽ ചിലപ്പോഴൊക്കെ നമുക്ക് 3 കളർ സ്റ്റോൺസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇനി 2 ടോണും ഉണ്ട്, അതായത് റൂബി കളറും വൈറ്റും വെച്ചിട്ട് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഗ്രീൻ മാത്രം വെച്ചിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഏത് പാറ്റേണിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ശംഖുപുഷ്പത്തിൻ്റെ അകത്ത് ഈ ഒരു മൊട്ടില്ലാത്ത ഒരു കുമ്പിട് പോലെ നിൽക്കുന്ന ഒരു മോഡലും കൂടെ ഉണ്ട് കേട്ടോ. അതും ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മളുടെ ഒരു പഴയ കാലത്തെ പുലിനഖത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മാല തന്നെയാണ്. ഇതിനും നമ്മൾക്ക് അതിൻ്റെ ഒരു പുതിയ വേർഷൻ എന്ന് പറയാം. ആ ഒരു ഗോൾഡൻ ലുക്കിൽ ആ ഫിനിഷോട് കൂടി തന്നെ എന്നാൽ ഗോൾഡ് ചെയിനിൽ സെറ്റ് ചെയ്തത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന് ആൻറ്റിക് ഫിനിഷിലേക്ക് കൊണ്ടുവരാം. ഇനി ഈ മോഡൽസ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ആൻറ്റിക് ആ ഒരു ഫിനിഷ്, അല്ലെങ്കിൽ ഒരു കോപ്പർ ഫിനിഷ്, അല്ലെങ്കിൽ മഡ് ഫിനിഷ്, അങ്ങനെ നമ്മൾക്ക് ഏത് ഫിനിഷിൽ വേണമെങ്കിലും റെഡിയാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഒരു 10 പവൻ അത്രയൊക്കെ തന്നെ വരുന്ന റേറ്റ് ആണെങ്കിലും ഇതിൻ്റെ വിലയാണെങ്കിലും ഇതിനൊക്കെ ഒരു 8,000 ഒക്കെ റേഞ്ചിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചിലത് 6,000 റേഞ്ചിലേക്കൊക്കെ വരുന്നതുണ്ട്, ചിലത് 7,000 8,000 അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ആണെങ്കിലും പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മുത്തുകളുടെ ലെയർ കുറയുന്നതിനും കൂടുന്നതിനും ഒക്കെ അനുസരിച്ച് കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസത്തിൽ ഇപ്പോൾ ഒരു 10,000 8,000 അല്ലെങ്കിൽ ഒരു 12,000 വരെ വരുന്ന രീതിയിൽ ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതിൽ സ്റ്റോൺ വെച്ചതും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്ലേസുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. വള നോക്കിയാവാം. അപ്പോൾ വളയിലെന്ന് പറഞ്ഞാൽ ശരിക്കും പാലക്കയോട് യോജിക്കുന്ന രീതിയിൽ തന്നെ നാഗപടത്തിൽ സെറ്റ് ചെയ്ത ഗ്രീൻ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മളുടെ സിമ്പിളാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ ഏത് ഒരു ഫംഗ്ഷനും ഇപ്പോൾ ഈ ഒരു മാലയോടൊപ്പം യൂസ് ചെയ്യാൻ മാച്ചിങ് തന്നെയാണ്. ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ ഒരു മാലയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീൻ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 2-2.5 പവനൊക്കെ പൊലിമ വരുന്നത്. അതിൽ കല്ലിൻ്റെ ഒരു വെയിറ്റ് കുറവ് കേട്ടോ ഗോൾഡിന് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ പാലക്ക പറഞ്ഞ ഒപ്പം നമ്മൾ ഒരല്പം ഒരു 3 ടോൺ ടൈപ്പിലുള്ള 2-2.5 പവനൊക്കെ വെയിറ്റ് വരുന്ന വള. ഇത് നമ്മളുടെ ഒരു പുതിയ മോഡൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറ്റേണ്ട ഇടയ്ക്ക്, അല്ലെങ്കിൽ അതെല്ലാം ട്രഡീഷണലായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടെ കരുതിയിട്ട് അതിൻ്റെ 2 വളയുമുണ്ട് 3 ടോൺ വരുന്നത്. ഇതൊക്കെ ഒരു 2,500 ഒക്കെ റേഞ്ചിൽ വരുന്ന വളകളാണ് കേട്ടോ. പിന്നെ ഈ പാലക്ക വള എന്ന് പറയുന്ന ഒരു 3,000 ഒക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൽ അഷ്ടലക്ഷ്മി ബാങ്കിളുണ്ട്. ഈ അഷ്ടലക്ഷ്മി ബാങ്കിൾ സ്റ്റോൺ വരുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അതിനൊരു 4,000 ഒക്കെ റേറ്റിലേക്ക് വരും. ഇതൊരു 4 പവനൊക്കെ അത്രയൊക്കെയാണ് പൊലിമയും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു കയ്യിൽ അണിയുന്ന വളകൾ, അപ്പോൾ നമുക്ക് മറ്റേ കയ്യിൽ അണിയുന്നതും കൂടെ പരിചയപ്പെടാം കേട്ടോ. ഇതിൽ ഞാനൊരു 2 വള ശരിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 3 ടോൺ വരുന്ന ഒരു സിമ്പിൾ, കാരണം ഒരു 2 പവനൊക്കെ വരാവുന്ന രീതിയിലേക്ക് 2 വള ഒരു 2,000 റേഞ്ചിലൊക്കെ നിൽക്കുന്ന 2 വള സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പാലക്കയുടെ മുത്തിരിപ്പൂ എന്ന് പറയും,
പാലക്കയുടെ ഇടയ്ക്ക് വെക്കുന്ന ഒരു കണ്ണിയിൽ വെക്കുന്ന അതുപോലെ അതിൻ്റെ ഒരു ചെറിയ മൈന്യൂട്ട് വർക്കായിട്ട് വരുന്ന കട്ടിങ്ങൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഗോൾഡൻ അത്ര ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ പഴയ കാലത്തെ പാലക്ക മുത്തിരിപ്പൂവിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള വളയാണ്. ഇതൊരു 2-3 പവനിൽ താഴേക്ക് നിൽക്കുന്ന പൊലിമയിൽ വരുന്നതാണ്. ഇതും ആ ഒരു 2000-3000 ഇടയ്ക്ക് റേറ്റിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ അഷ്ടലക്ഷ്മി ബാങ്കിൾ പരിചയപ്പെടുത്തി. ഇനി ഇതിനകത്തൊരു ദശാവതാരം ബാങ്കിൾ കൂടി ഉണ്ട്. കാരണം ഇതിൽ സ്റ്റോൺസ് ഇല്ല. നേരത്തെ നമ്മൾ കണ്ട അഷ്ടലക്ഷ്മിക്ക് സ്റ്റോൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതിൽ വേണമെങ്കിലും നമുക്ക് മാറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും സ്റ്റോൺ ഉള്ളതും കിട്ടും, ഇല്ലാത്തതും കിട്ടും. അപ്പോൾ ഈ സ്റ്റോൺ വെക്കാതെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ലേബർ ചാർജ് ഇത്രയും കൂടെ കുറയുന്നതുകൊണ്ട് ഇതിന് നമുക്ക് ഒരു 3000-3500 അതിൻ്റെ റേറ്റ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളുടെ വളകളും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നമ്മുടെ പാലക്ക നാഗപടത്തിനോടൊക്കെ യോജിക്കുന്ന ഇതൊരു നാഗപടവും നമ്മളുടെ ഒരു ലക്ഷ്മി രൂപവും കൂടെ ചേരുന്ന ഒരു മോതിരമാണ് കേട്ടോ. കാരണം ആ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിനോട് യോജിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് എന്ന് തന്നെ പറയാം. മോതിരം നമ്മൾ അധികം വെച്ചിട്ടില്ല, കാരണം എൻഗേജ്മെൻറ്റ് റിങ് ഒക്കെ നമ്മളുടെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇതിപ്പം നമ്മളുടെ ഒരു പഴയ കാലത്തെ ആനവാലി മോതിരം ഉണ്ടല്ലോ, വിശ്വാസപൂർവ്വം വേണമെങ്കിലും അണിയാം, ഭംഗിക്ക് വേണമെങ്കിലും അണിയാം. അപ്പം ഇതിൻ്റെ 1 ലെയർ സിംഗിൾ ലെയർ ഉണ്ട്, ഡബിൾ ലെയർ, 3 ലെയർ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ലെയർ വരുന്ന രീതിയിലുള്ളതാണ് വെച്ചിരിക്കുന്നത്. ലേഡീസിനും ജെൻസിനും എല്ലാം പറ്റിയ രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ. അതുകൂടാതെ ഏതായാലും നവവധുവിന് ഇടാനല്ലേ, അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പുള്ളൊരു ചെറിയ സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയ ഹാർട്ട് ഷേപ്പുള്ള ഒരു മോതിരമുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് റോഡിയും കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ 3 ടോൺ കളേഴ്സ് കൊടുക്കാം, അല്ല ഇതുപോലെ പ്ലെയിൻ ഗോൾഡൻ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്കത് കസ്റ്റം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മോതിരത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് മഡ് ഫിനിഷൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഷെയ്ഡിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാനും പറ്റും. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു 1000 റുപ്പീസ്, അല്ലെങ്കിൽ ഇത് ആനവാല മോതിരം ആണെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഒരു 2000 താഴെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. ഈ മോതിരം ആണെങ്കിലും അതെ വലിയ റേറ്റ് വരുന്നില്ല, എന്നാലും ഒരു 2500 ആ ഒരു അപ്രോക്സിമേറ്റ് റേറ്റിൽ വരുന്നതാണ്. കാരണം ഇത് കുറച്ചുകൂടെ ട്രഡീഷണൽ വർക്ക് വരുന്നതുകൊണ്ടാണ്. ഇനി ഈ 3 മോതിരവും കൂടെ കൂടിയാലും ഒരു 10 ഗ്രാം വെയിറ്റ് ഒക്കെയാണ് വരുള്ളൂ കേട്ടോ. 1 പവൻ മിച്ചം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെയാണ് അതും വരുള്ളൂ. പിന്നെ ഇത് നിറച്ച് കല്ല് വെച്ചിട്ടുള്ള ഒരു ജിമിക്കി. ഇതിലൊരു 5000-6000 ഒക്കെ റേഞ്ചിൽ വരുന്നത്. ഇതിലെന്താ പ്രത്യേക, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിലും വലിപ്പം കൂടിയ ജിമിക്കയും വരുന്നുണ്ട്. പഴയ കൊട്ട ജിമിക്കയുടെ ഷേപ്പാണ്. പിന്നെ എങ്ങനെയാണെങ്കിലും നമ്മുടെ നവവധു എന്ന് പറഞ്ഞാൽ ഒരു ജിമിക്കി അണിയുമ്പോഴാണ് ആ ഒരു ട്രഡീഷണൽ ലുക്ക് വരുള്ളൂ. അപ്പോൾ ഇത് നിറച്ച് കല്ല് വരുന്നതാണ്. ഇതിൽ വേണേൽ നമുക്ക് വൈറ്റ് കല്ല് വെച്ചിട്ടും സെയിം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വൈറ്റ്, ഗ്രീൻ, പിങ്ക്, ഈ 3 കളേഴ്സ് വെച്ചിട്ടും റൂബി കളർ കൂടെ മിക്സ് ചെയ്തും ചെയ്യാൻ പറ്റും. സിംഗിൾ കളറോ ഡബിൾ കളറിൽ ചെയ്യാം, 3 കളേഴ്സിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വലിപ്പം കൂട്ടാം, കുറയ്ക്കാം. ഇതെന്നൊക്കെ പറയുന്ന ഒരു 4.5 പവനൊക്കെ ഈ ജിമിക്കിക്ക് തൂക്കം വരും കേട്ടോ. പക്ഷെ ഇത് ഗോൾഡിലാണെങ്കിലും ആ ഒരു എന്താ പറയുക, കുറച്ച് സ്റ്റോൺസിൻ്റെ എല്ലാം വെയിറ്റ് ലെസ് ചെയ്താണ് കേട്ടോ തൂക്കമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഇതൊക്കെ പറഞ്ഞപ്പോഴും ഹിപ്പ് ചെയിൻ സാധാരണ നമ്മൾ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് വാങ്ങി നമ്മൾ കയ്യിൽ വെക്കുന്ന ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും വാങ്ങി വെക്കാറില്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും ഒരു മുല്ലമുട്ട് വർക്കാണ് കേട്ടോ. ഇതിലും തീരെ ചെറിയ മുല്ലമുട്ട് വരുന്നതുണ്ട്, കല്ലുള്ളതുണ്ട്. ഇതിലിപ്പോൾ കല്ല് വരുന്നതാണ്, പക്ഷെ കല്ലില്ലാത്തതുണ്ട്. പിന്നെ പിച്ചിമുട്ടെന്ന് പറയുന്നത്, മുല്ലമുട്ട് എന്ന് പറയുന്നത്, പിന്നെ സൂചിമുല്ല എന്ന് പറയുന്നത് ഇത്തിരി കൂടെ വലിപ്പമുള്ള നീളമുള്ള നല്ല ഗ്ലേസിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ മുല്ലമുട്ട് മാലയുണ്ട് കേട്ടോ. പല ടൈപ്പുണ്ട്. അതിൽ നമ്മൾക്ക് ഇതിപ്പോൾ ഒരു 6000 റേഞ്ചിലൊക്കെ വരുന്നത്.
അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ 100 പവൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരിക്കലും ഒരു ഹിപ്പ് ചെയിനായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ഉപയോഗം ഒറ്റ തവണ കൊണ്ട് കഴിയാൻ പോകുന്നില്ല. ഇത് നമുക്ക് നമ്മുടെ സാരിമാല അല്ലെ നെക്ലേസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടെ എല്ലാം ചേർത്തിട്ട് തന്നെ ആ ഒരു റേറ്റിലേക്ക് പറഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ പഴയ ഉർവശി ലെഗ് ചെയിനാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു 6000 7000 ഒക്കെ റേറ്റിൽ വരുന്ന ഒരു ഉർവശി ലെഗ് ചെയിനാണ്. പഴയ കാലത്ത് ഇതിൻ്റെ 2 ലെയർ വരുന്നതുകൊണ്ട് 3 ലെയർ വരുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇനി അതല്ല 4 ലെയർ വേണമെങ്കിലും അത്ര വീതി വേണമെന്ന് വെച്ചാൽ അതും അതിൽ മുത്തുകളെ ഹാങ് ചെയ്തിട്ട് വരുന്ന പാറ്റേൺ ഉണ്ട്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഉർവശി ലെഗ് ചെയിൻ മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനൊക്കെ ഒരു 4 പവൻ അല്ലെ 3 പവൻ അങ്ങനെ പല പല വെയിറ്റിലുള്ളതുണ്ട്. പിന്നെ ഈ ഒരു ലെഗ് ചെയിൻ വെക്കാനുള്ള കാരണം ഇത് നമുക്കൊരു ട്രഡീഷണൽ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം സാധാരണ ചുട്ടി നമ്മൾ ഇങ്ങനെയുള്ളതൊന്നും അല്ല വെക്കാറുള്ളത്. ഇത് നമ്മളുടെ പഴയ കാലത്തെ അഡിലും പതക്കോ അല്ലെങ്കിൽ ചുട്ടിയും ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉർവശി ചെയിനും ചുട്ടിയും ആണ് സാധാരണ രീതിയിൽ ഒരു സിമ്പിൾ ലോക്കറ്റും അതേപോലെ സിമ്പിൾ മാലയായിട്ട് ഉപയോഗിക്കാനായിട്ട് വരുന്നത്. ഇത് നിറച്ച് റൂബി കളർ കല്ല് വെച്ചിട്ട് ഒരു 3 സ്റ്റെപ്പ് വരുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് സിംഗിൾ സ്റ്റെപ്പ് വരുന്നതുകൊണ്ട് അതുപോലെ ഡബിൾ സ്റ്റെപ്പ് വരുന്നതുകൊണ്ട് 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളൊരു ചുട്ടിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾക്ക് വിവാഹശേഷം വേണമെങ്കിൽ ചിലത് ചിലപ്പോൾ വിവാഹത്തിന് ചിലപ്പോൾ പാസരം അണിയുന്നവരുണ്ട്. ചില വിശ്വാസപ്രകാരം കാലിൽ നമ്മൾ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ ലെഗ് ചെയിൻ ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പോൾ ഇനി ഉപയോഗിക്കും അല്ലെങ്കിൽ 2 in 1 ആയിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിൽ തന്നെ നമ്മളുടെ ഈ ഒരു ലോക്കറ്റ് ഇട്ടിട്ട് നമ്മൾക്ക് ചുട്ടിയായിട്ട് ഉപയോഗിച്ചാലും അതിന് ശേഷം വേണമെങ്കിൽ നമ്മൾക്ക് വിവാഹശേഷം വേണമെങ്കിൽ ലോക്കറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഉർവശി ചെയിനും ഇതും കൂടെ ചേർത്തിട്ട് മാലയാക്കി ഈ ഒരു ലോക്കറ്റും കൂടെ ഇട്ട് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മാല തന്നെ ഈ ഒരു പാർസലും തന്നെ തിരഞ്ഞെടുത്തത്. 100 പവൻ വരുന്ന ഈ ഒരു ഫുൾ സെറ്റ്, ഈ ഒരു സെറ്റിന് നമ്മൾ ഗോൾഡ് ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗോൾഡ് റേറ്റ് തന്നെ വെച്ചിട്ട് നമ്മൾക്കൊരു 38,000 രൂപയൊക്കെ ഒരു പവന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് അല്പം കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ ഒരു റേറ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ഒരു 38 ലക്ഷം രൂപ നെറ്റ് നമ്മുടെ ഗോൾഡിന് മാത്രം റേറ്റ് ആവും. പിന്നെ അതിൻ്റെ ഒരു 20% ഓരോ ഷോപ്പുകളുടെ അനുസരിച്ച് വ്യത്യാസം കാണും കേട്ടോ. മേക്കിംഗ് ചാർജിൻ്റെ ഒരു പ്രോസസ്സ് ഒരു 20-25 ഒക്കെയാണ് ട്രഡീഷണൽ വർക്കിന് സാധാരണയായിട്ട് വരുന്നത്. അതിൽ കുറച്ച് കല്ലിൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ പോലും ശരിക്കും ഒരു 25% എന്ന് പറയുമ്പോൾ നമുക്കൊരു 7.5 അല്ലെങ്കിൽ ഒരു 8 lakh അത്രയും വരെ നമുക്ക് മേക്കിംഗ് ചാർജ് വരും ഇത്രയൊരു ഫുൾ സെറ്റിൽ ഗോൾഡിലാകുമ്പോൾ. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് GST എന്താണെങ്കിലും വേണമല്ലോ. അപ്പോൾ GST എന്ന് പറയുമ്പോൾ അത് വരും നമുക്കൊരു 1,30,000 ഈ ഒരു എമൗണ്ടിൽ. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ ഒരു 45 അല്ല ഒരു 50 അടുത്ത് അത്രയും വരുന്നുണ്ട് ഈ ഒരു ഫുൾ സെറ്റ് 100 പവൻ വരുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഓർണമെൻറ്റ്സിൽ കൂടിയിട്ട് ഈ ഒരു ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1,30,000 രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് വരിക. അപ്പോൾ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നുള്ളൂ. നമ്മൾക്ക് ഇതിൻ്റെ സ്വർണത്തിൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്ന ഒരു GST എമൗണ്ട് മാത്രം മുടക്കിയാൽ നമ്മുടെ പറക്കാട്ടിൻ്റെ ഈ ഓർണമെൻറ്റ്സ് സ്വന്തമാക്കാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഇനി നമ്മൾ കല്യാണത്തിന് ഉപയോഗിച്ചു പിന്നീട് നമ്മൾ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ഈ ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ പറക്കാട്ടിൻ്റെ ഏത് ഷോറൂമിലാണെങ്കിലും ഏത് ബ്രാഞ്ചസിലാണെങ്കിലും നമ്മൾക്കിത് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയമണ്ട് പാറ്റേണോ സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിട്ടോ ഈ ഇങ്ങനെയുള്ള നെക്ലേസുകളൊന്നും ഉപയോഗിക്കില്ലെങ്കിൽ അതെല്ലാം മാറിയിട്ട് നമുക്ക് സിമ്പിൾ തിങ്സിലേക്ക് മാറാനായിട്ട് സാധിക്കും. അത് കൂടാതെ വീണ്ടും ഒരു 1 ഇയറിനുള്ളിൽ നമ്മൾക്ക് ഈ ഓർണമെൻറ്റ്സ് തിരികെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ബോർഡടിച്ചാൽ അത് തിരികെ കൊടുത്തിട്ട് വീണ്ടും നമ്മൾക്ക് ഒരു 50%-ന് നമ്മൾ വാങ്ങിയ എമൗണ്ടിൻ്റെ ഒരു 50%-ന് വീണ്ടും പുതിയ ഓർണമെൻറ്റ്സ് ആയിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പം തന്നെയല്ല പറക്കാട്ടിൻ്റെ സർവീസ്
എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു ഫുൾ ട്രഡീഷണൽ കേരള ട്രഡീഷണൽ ബ്രൈഡൽ സെറ്റ് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായും ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.